രോഗങ്ങളാ സഹോദരാ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് അത്ഭുതമായിരുന്നു. ഇന്ന് പനി പോലെയാണ്, ഇന്ന് പനി പോലെയാണ്. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ട്, അല്ലെങ്കിൽ കിഡ്നി രോഗമുണ്ട്, അല്ലെങ്കിൽ ലിവർ രോഗമുണ്ട്, അല്ലെങ്കിൽ തളർന്നു കിടക്കുന്നുണ്ട്. പടച്ചവനെ, ഇന്ന് പനി പടരുന്നത് പോലെ മാരക രോഗങ്ങൾ പടരുന്ന കാലമാ. നിന്റെ സമ്പാദ്യമൊന്നും തികയൂല, നിന്റെ ജാഗ പോയി, വീട് പോയി, പണം പോയി, എന്നിട്ടും നിനക്ക് ചികിത്സിക്കാൻ തികയുന്നില്ല. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നഷ്ടമാകില്ല, നഷ്ടമാകില്ല. പടച്ചവനെ, ഇൽമു പഠിപ്പിക്കുന്ന ഒരു പുതിയ മദ്രസയാണ് ഇവരുടെ ആഗ്രഹം. പടച്ചവനെ, ഒരു പുതിയ മദ്രസ പണിയണമല്ലോ. എന്ത് കിട്ടിയാലും മദ്രസയ്ക്കാണ്. അതുകൊണ്ട് പടച്ചവനെ, ബക്കറ്റുമായി സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവോട് പറയണം, അല്ലാ, മാരകമായ ഏതെങ്കിലും രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടോ? ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ച് കളയണേ അല്ലാ, കരിച്ച് കളയണേ അല്ലാ. ഈ നീയത്തോടെ ഒരു നല്ല സദഖയെടുക്കൂ, ഈ നീയത്തോടെ ഒരു നല്ല സദഖയെടുക്കൂ. മടി കാണിക്കല്ലേ, മടി കാണിക്കല്ലേ, കൊടുക്കാൻ മടിക്കല്ലേ. അല്ലാഹുവേ, ഒരുപാട് മരുന്ന് കഴിച്ചിട്ട് രോഗം മാറാത്തവരുണ്ടല്ലോ ഉസ്താദേ. ഏതെല്ലാം ഹോസ്പിറ്റലുകളിൽ പോയി, എന്തെല്ലാം മരുന്ന് കഴിച്ചു, രോഗം മാറുന്നില്ല എന്ന സങ്കടം പറയുന്ന വാപ്പാ, ഉമ്മ, നിന്റെ രോഗം മാറണോ? നിന്റെ രോഗം മാറണോ? ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ക്യാൻസർ മാറണോ? ഏതെല്ലാം മാരകമായ രോഗം മാറണോ? അല്ലാഹു തന്നതിൽ നിന്നൊരു 10 രൂപയെങ്കിലും ആ ബക്കറ്റിന്റെ അകത്തിടാ തയ്യാറാകൂ. അതാണ് പടച്ചവനെ നിന്റെ മരുന്ന്, നിന്റെ രോഗത്തിലുള്ള മരുന്ന് അതാണ്. ഏത് രോഗമാണോ അത് മാറ്റി തരണേ എന്ന നീയത്തോടു കൂടി ആ സദഖയിട്. റബ്ബേ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ.